നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു മാർക്കറ്റ് അനാലിസിസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഫെബ്രുവരി 9 മുതൽ ആരംഭിക്കുന്ന ഈ വ്യാപാര ആഴ്ച ഇന്ത്യൻ ഓഹരി വിപണിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരാഴ്ചയാണ്. അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ചില സുപ്രധാന നീക്കങ്ങളും നമ്മുടെ ആഭ്യന്തര വിപണിയിലെ വമ്പൻ ഫലപ്രഖ്യാപനങ്ങളും ഈ ആഴ്ച വിപണിയുടെ ഗതി നിർണ്ണയിക്കും. കഴിഞ്ഞ ആഴ്ചയിലെ ചാഞ്ചാട്ടത്തിന് ശേഷം വിപണി ഒരു ദിശ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. വിപണിയിലെ ഇത്തരം സുപ്രധാന വാർത്തകൾ കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. അതുപോലെ ഈ ആഴ്ച വിപണി ബുള്ളിഷ് ആയിരിക്കുമോ അതോ ബെയറിഷ് ആയിരിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. നമുക്ക് നേരിട്ട് കാര്യങ്ങളിലേക്ക് കടക്കാം. ഈ ആഴ്ച വിപണി ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റുകളോട് മാർക്കറ്റ് എങ്ങനെ പ്രതികരിക്കും എന്നതാണ്. ഡീലിനെക്കുറിച്ചുള്ള അനിശ്ചിതത്വം ഏകദേശം മാറിക്കഴിഞ്ഞു. റഷ്യൻ എണ്ണ വാങ്ങിയതായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരുന്ന 25% അധിക തീരുവ എടുത്തു നീക്കിയതിനെപ്പറ്റി ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. കൂടാതെ ഈ ഡീൽ ഏകദേശം എപ്പോൾ ഒപ്പുവെക്കപ്പെടും എന്നതിനെക്കുറിച്ചുള്ള സൂചനകളും കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയ്ക്കെതിരെ സ്വീകരിക്കുന്ന കടുത്ത നിലപാടുകൾ ഇന്ത്യയ്ക്ക് ഗുണകരമാകുമെന്ന പ്രതീക്ഷ വിപണിയിലുണ്ട്. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി കുറയ്ക്കാനും പകരം ഇന്ത്യയുമായുള്ള വ്യാപാരബന്ധം ശക്തമാക്കാനും അമേരിക്ക ശ്രമിക്കുന്നത് നമ്മുടെ കയറ്റുമതി മേഖലയ്ക്ക്, പ്രത്യേകിച്ച് IT, ഫാർമ, ടെക്സ്റ്റൈൽസ് തുടങ്ങിയ സെക്ടറുകൾക്ക് വലിയ ഊർജ്ജം പകരും. ഇന്ത്യ-US വ്യാപാര കരാർ യാഥാർത്ഥ്യമായാൽ അത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഇന്ത്യൻ വിപണിക്ക് വലിയൊരു ബൂസ്റ്റായിരിക്കും. എന്നാൽ ആഗോള വിപണിയിലെ മറ്റു ചില അനിശ്ചിതത്വങ്ങൾ വിപണിയെ അല്പം ഭയപ്പെടുത്തുന്നുണ്ട്. അമേരിക്കയിലെ പണപ്പെരുപ്പ കണക്കുകളും ഫെഡ് റിസർവിന്റെ ഭാവി തീരുമാനങ്ങളും വിപണി സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ വിപണിയുടെ ആശങ്കയായി തുടരുന്നത് വിദേശ നിക്ഷേപകരുടെ അഥവാ FIIകളുടെ തുടർച്ചയായ വിൽപ്പനയാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി FIIകൾ തുടർച്ചയായി വിൽപ്പന നടത്തുന്ന പ്രവണതയാണ് കാണുന്നത്. എന്നാൽ ആശ്വാസകരമായ കാര്യം ആഭ്യന്തര സ്ഥാപന നിക്ഷേപകർ അഥവാ DIIകൾ വിപണിയെ താങ്ങി നിർത്താൻ വൻതോതിൽ വാങ്ങിക്കൂട്ടുന്നുണ്ട് എന്നതാണ്. FIIകളുടെ വിൽപ്പനയുടെ ആഘാതം കുറയ്ക്കാൻ DIIകളുടെ ഈ പിന്തുണ സഹായിക്കുന്നുണ്ട്. ഇനി കോർപ്പറേറ്റ് ലോകത്തേക്ക് വന്നാൽ ഇതൊരു മെഗാ റിസൾട്ട് വീക്കാണ്. വിപണിയെ ചലിപ്പിക്കാൻ ശേഷിയുള്ള വമ്പൻ കമ്പനികളാണ് ഈ ആഴ്ച തങ്ങളുടെ മൂന്നാം പാദഫലങ്ങൾ അഥവാ Q3 റിസൾട്ട്സ് പ്രഖ്യാപിക്കുന്നത്. ടൈറ്റൻ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, കോൾ ഇന്ത്യ, ONGC, BSE, ഇൻഫോ എഡ്ജ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് തുടങ്ങിയ പ്രമുഖർ ഈ ആഴ്ച കണക്കുകൾ അവതരിപ്പിക്കും. ഓട്ടോ, FMCG, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയുടെ പ്രകടനം നിഫ്റ്റിയുടെയും സെൻസെക്സിന്റെയും ചലനങ്ങളെ നേരിട്ട് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. മികച്ച ഫലങ്ങൾ വിപണിക്ക് ആത്മവിശ്വാസം നൽകുമെങ്കിലും പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്ത ഫലങ്ങൾ സ്റ്റോക്ക് സ്പെസിഫിക്കായ ചാഞ്ചാട്ടങ്ങൾക്ക് കാരണമായേക്കാം. അവസാനമായി പ്രൈമറി വിപണിയിലെ വിശേഷങ്ങൾ നോക്കാം. IPO വിപണി വീണ്ടും സജീവമാകുകയാണ്. ഫ്രാക്ടൽ അനലിറ്റിക്സ്, ഫൈനാൻസ്, മരുഷിക ടെക്നോളജി തുടങ്ങിയ കമ്പനികളുടെ IPOകൾ ഈ ആഴ്ച സബ്സ്ക്രിപ്ഷനായി തുറക്കുന്നുണ്ട്. കൂടാതെ കഴിഞ്ഞ ആഴ്ച IPO അവസാനിച്ച 4ഓളം കമ്പനികളുടെ ലിസ്റ്റിംഗും ഈ ആഴ്ച നടക്കും. പ്രധാന IPOകളെക്കുറിച്ചുള്ള ഡീറ്റെയിലായ വീഡിയോകൾ നമ്മൾ ചെയ്യാറുണ്ട്. നിങ്ങൾക്കത് ചാനലിൽ കാണാവുന്നതാണ്. ചുരുക്കത്തിൽ വ്യാപാര കരാർ വാർത്തകളും റിസൾട്ടുകളും IPOകളും ചേർന്ന് ഈ ആഴ്ച വിപണിയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ട്രേഡ് ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുക. നന്ദി.